ഹലോ, നമസ്കാരം. തുടക്കം നമ്മുടെ സ്വന്തം ദ വൺ ആൻഡ് ഓൺലി മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ മകളുടെ വിസ്മയ മോഹൻലാലിന്റെ ആദ്യ പടം തുടക്കം. ഈ പേര് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. തുടരും, തുടക്കം. പിന്നെ അതേപോലെ തന്നെ തുടരും എന്ന് പറയുമ്പോൾ ലാലേട്ടൻ തുടരും. അതേപോലെ തന്നെ തുടക്കം എന്ന് പറയുമ്പോൾ വിസ്മയ മോഹൻലാലിന്റെ തുടക്കം. എന്തായാലും തുടക്കം വിസ്മയയുടെ നല്ലൊരു ഗംഭീര തുടക്കമാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അങ്ങനെ നല്ലൊരു വിസ്മയക്ക് തുടക്കം കിട്ടി. ഇവിടെ നല്ല രീതിയിൽ തുടരാൻ സാധിക്കട്ടെ. ബാക്കി ട്രെയിലർ കണ്ടിട്ട് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു ഇത് നന്നാവും, അങ്ങനൊരു വിശ്വാസമുണ്ട്. കാരണം ജൂഡ് ആന്റണി ആള് പണിയറിയാത്ത ചങ്ങാതിയൊന്നുമല്ല, നന്നായിട്ട് പണിയറിയാവുന്ന ഒരു ഡയറക്ടറാണ്. മൂപ്പര് ലാസ്റ്റ് ഡയറക്ട് ചെയ്ത് ഇറങ്ങിയ പടം ഏതായിരുന്നു? 2023 ഇറങ്ങി, 2018 അതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. ഓ, അത് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പടിയെല്ലാം എടുക്ക മുടിയത് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അന്ന് അതിന്റെ റിവ്യൂ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത്. സോ അത്രയും ഗംഭീര സാധനം. അങ്ങനെ 2023 ശേഷം ജൂഡ് ഡയറക്ട് ചെയ്യുന്ന പടമാണ് തുടക്കം. അതും വിസ്മയ മോഹൻലാലിനെ വെച്ചിട്ട്. എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നോ? ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ. കം ഓൺ എവരിബഡി. മര്യാദയ്ക്ക് പഠിച്ചൊരു ജോലി വാങ്ങാൻ എത്ര നാളായിട്ട് പറയുന്നു. ആ പ്രിയൊക്കെ ഏത് എക്സാം എഴുതിയാലും ലിസ്റ്റിലുണ്ട്. എങ്ങനെയുണ്ട് പ്രകൃതി രമണീയത? മീനു ചേച്ചി, താനാ വാടക വീട്ടിലെ താമസം ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പേര് സിയ. നല്ല ഫീൽ ഗുഡ്. ഫീൽ ഗുഡ്. മീനുമോൾ അവിടെ, അവളല്ലേ ഇന്നത്തെ സ്റ്റാർ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്. ചേട്ടാ, കുറച്ചും കൂടെ വലിയൊരു സ്ഥലം ഉണ്ടാവും. ഒളിച്ചോടാനൊന്നും പ്ലാനില്ലല്ലോ. പിന്നെ ഈ വാടകക്കാർ ആരായാലും ഒരാഴ്ചക്കുള്ളിൽ ഒഴിപ്പിച്ചോണം. സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ തനിക്കുള്ള പണിയെ തന്റെ വീട്ടിൽ വരും. അന്നത്തെ ആ സംഭവം അച്ഛനിനി ഓർക്കണ്ട. അന്നൊരു തെറ്റ് പറ്റി, ഇനി അതുണ്ടാവില്ല. എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണം. ഷോ ഇറക്കണമല്ലോ ജോബിത്രേ. താനും മോള് മാത്രമല്ലേ ഉള്ളൂ വീട്ടില്. ജൂഡ് ആന്റണി ജോസഫ് കണ്ണ്. പൊളി 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 പൊളി. ട്രെയിലർ കുടിച്ചാച്ച്. ലാലേട്ടൻ്റെ ആ സീൻ ആക്ച്വലി ലാസ്റ്റ് കാണിച്ചത് എനിക്ക് സ്പോയിലറാണ്. കാരണം ട്രെയിലർ ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയി. അപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ ആരൊക്കെയോ ലാലേട്ടന്റെ ലാസ്റ്റ് ആ ഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ട്രെയിലറിന്റെ അകത്ത് മൂപ്പരുണ്ട് എന്നുള്ളത് എന്തായാലും മനസ്സിലായി. ഈ ഒരു ഷോട്ടും എന്റെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഒരു എന്താ പറയാ, ആദ്യമായിട്ട് കാണുന്ന ആ ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെന്റ് അല്ല തോന്നിയത്. ഓൾറെഡി എക്സൈറ്റഡ് ആണ് ലാലേട്ടൻ ഉണ്ട് എന്നുള്ളത്. ആ ഒരു സീന് കണ്ട സമയത്ത്, എന്തായാലും ട്രെയിലറിലൂടെ കാണുന്ന സമയത്ത് ആ ഒരു സാധനം നമുക്ക് കിട്ടുമല്ലോ. അതെന്തായാലും ആക്ച്വലി ഉണ്ട്. പക്ഷെ ആദ്യമായിട്ട്, അതായത് ലാലേട്ടനെ ഫസ്റ്റ് കാണിക്കുന്നു, ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഞാൻ മിസ് ചെയ്തു. കാരണം ഞാൻ ഇൻസ്റ്റയിൽ ഓൾറെഡി ആ ഒരു സാധനം ആൾക്കാർ സ്ക്രീൻഷോട്ട് ചെയ്ത് കിട്ടത് ഞാൻ കണ്ടായിരുന്നു. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആദ്യം ഒരു ഫീൽ ഗുഡ് എന്നുള്ളൊരു രീതിയിലുള്ള മൂഡാണ് ആക്ച്വലി തന്നത്. നല്ല രസമായിരുന്നു. ജെയ്ക്സ് വിജോയിന്റെ മ്യൂസിക് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നു. വിഷ്വലി ആയിക്കോട്ടെ, എന്താ വിസ്മയ മോഹൻലാൽ ലുക്ക് സോ ക്യൂട്ട്. അവർ നന്നായി ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡബിങ് മാത്രം വേറെ ആരോ ആണെന്ന് തോന്നുന്നു. യെസ്, ഓഫ് കോഴ്സ്, അവർക്ക് മലയാളം വലിയ പിടുത്തമില്ല, വേറെ ആരോ ഡബ് ചെയ്തിരിക്കും. പക്ഷെ അവർ അഭിനയിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അവർ കൊള്ള സ്ക്രീനിൽ കാണാൻ നല്ല രസമുണ്ട്. ആൻഡ് അതിനുശേഷം സീന മാറുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം തുടക്കം എന്ന് പറയുന്നത്
ഒരു ഒരു സാധാരണ ഫീൽ ഗുഡ് കൈൻഡ് ഓഫ് പരിപാടിയൊന്നും അല്ല. അതിന്റെ അകത്ത് ഇപ്പൊ ഇവര് ഫൈറ്റ് ഒക്കെ ഇതിനു വേണ്ടി എന്തൊക്കെയോ കാര്യമായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അറിവ് ശരിയാണ് എന്നുണ്ടെങ്കിൽ. അപ്പോ വലിയൊരു പരിപാടിയാണ് ജൂഡ് പ്ലാൻ ചെയ്തിട്ട് ഇതിന്റെ അകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു സെറ്റപ്പ് മോനെ ഇത് പൊളിക്കും. നന്നായി കഴിഞ്ഞാലേ സീരിയസ്ലി ഇത് ഞാൻ പറയാണ്. ഇപ്പൊ നമ്മൾ 2018 കുറിച്ചിട്ടൊക്കെ പറയുമ്പോ നമ്മളിതിങ്ങനെ കണ്ടില്ലേ ഇരുന്നിട്ട് ഒരുമാതിരി എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് കിട്ടിയത്, ഗംഭീര എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് കിട്ടിയത്. അതുപോലെ നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇതിലിപ്പോ കണ്ടോർത്തോളം ഇതിന്റെ അകത്ത് ആരോ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് ഇതിന്റെ അകത്ത് ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോ ഇതിന്റെ അകത്ത് എന്താ പറയാ തിരിച്ചു കൊടുക്കുമല്ലോ, വിസ്മയും ഒക്കെ നിന്നിട്ട് കൊടുക്കുപോയി. അപ്പോ അതൊക്കെ ഗംഭീരമായിട്ട് വന്നു കഴിഞ്ഞാൽ വിത്ത് ദാറ്റ് മ്യൂസിക് അതേപോലെ മേക്കിങ്ങിലൂടെയും എല്ലാം കൂടി ഈ പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവല് കത്തും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ലാലേട്ടനെ എന്തായാലും വെറുതെ ഇതിന്റെ അകത്ത് ജസ്റ്റ് വിസ്മയുടെ അച്ഛനല്ലേ ലാലേട്ടനല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുവന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കൊണ്ടുവരുന്നതിനൊരു നല്ല ഉദ്ദേശം അതിൻ്റെ അകത്ത് ഉണ്ടാവും. ആൻഡ് അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ഗംഭീരമായിട്ടുള്ള പരിപാടി മൂപ്പരെ കൊണ്ട് ചെയ്യിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രതീക്ഷയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, ഒരു വിശ്വാസമാണ് ഞാൻ ആക്ച്വലി പറയുന്നത്. സോ മൊത്തത്തില് അത് കൊള്ളാം. എന്താ പറയാ മേക്കിംഗ് കൊണ്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ട്രെയിലറിൽ ഇഷ്ടപ്പെട്ടു. ഇപ്പം ആ ഫീൽ ഗുഡ് പരിപാടിക്കൊക്കെ ശേഷം ഇങ്ങോട്ട് വന്നല്ലോ ആ ഫൈറ്റ് പോർഷൻസ്, ആ ഒരു കൈൻഡ് ഓഫ് പരിപാടിയിലേക്ക് കടന്ന സമയത്ത് നന്നായി വന്നിട്ടുണ്ട് തോന്നുന്നു. അത് കാണുന്ന സമയത്ത് വിസ്മയുടെ ഫൈറ്റ് പോർഷൻസ് ഒന്നും ആക്ച്വലി കാണിച്ചിട്ടില്ല. പക്ഷെ അതല്ലാതെ ഇതിന്റെ അകത്ത് ചെറിയ വയലൻസും, അതായത് 18+ അല്ലാത്ത കൈൻഡ് ഓഫ് വയലൻസും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വിസ്മയുടെ ഫൈറ്റും കൂടിയും ഇനി നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാനൊക്കെ ആക്ച്വലി ഉണ്ട്. അത് ഗംഭീരമായി വന്ന് അവർ ചെയ്തിട്ടുണ്ടാവുന്നേ, പണിയെടുത്തിട്ടുണ്ടാവും. അത്രയും താല്പര്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയിലേക്ക് ആള് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും അതിനനുസരിച്ചിട്ടുള്ള എഫേർട്ട് ആള് ഇട്ടിട്ടുണ്ടാവും. അത് നന്നായിട്ട് ഇതിന്റെ അകത്ത് വർക്കാവും എന്ന് തോന്നുന്നു നമുക്ക്. ഞാൻ ലാലേട്ടന്റെയും കൂടി മരവും കൂടി ആവുന്ന സമയത്ത് മൊത്തത്തിലൊരു ഹെവി എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആസ് എ പ്രേക്ഷകൻ. എന്തായാലും ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ. ഇനി ഒരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും പലപ്പോഴും ഞാൻ പലരെയും കുറിച്ച് ഇപ്പൊ ദുൽഖറിനെ കുറിച്ചിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ പല നടന്മാരെ കുറിച്ചിട്ടും കുറെ നാളുകളായിട്ട് നമ്മൾ ആദ്യകാലങ്ങളിൽ ദുൽഖറിന്റെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു നെപ്പോ കിഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ മകൻ വന്നു, അല്ലെങ്കിൽ മറ്റവരുടെ മകൻ ഈ സിനിമയിലുള്ളവരുടെ മക്കൾ തന്നെ കയറിയിട്ട് വരുന്നു പിടിക്കുന്നു. ഈ ഒരു ടോക്ക് നമ്മൾ പലപ്പോഴായിട്ട് ആക്ച്വലി കേൾക്കാറുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നെപ്പോ കിഡ് എന്നുള്ളതൊരു വിഷയമേ അല്ല. ആസ് എ പ്രേക്ഷകൻ ഞാൻ എങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അച്ഛൻ മോഹൻലാൽ ആണെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ മമ്മൂട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ ശ്രീനിവാസനാണെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ ഫാസിലാണെങ്കിൽ, അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, ഡയറക്ടറോ എന്തോ ആയിക്കോട്ടെ, സുരേഷ് ഗോപിയുടെ മോനാണെങ്കിൽ ആരാണെങ്കിലും സംഗതി കയറി വരാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എന്താണ് കേറി വന്നിട്ട് ഇതിൻ്റെ അകത്ത് സർവൈവ് ചെയ്യണ്ടേ, അതിന് കഴിവ് വേണം. അല്ലാതെ മോഹൻലാലിന്റെ മോനാ മോളാ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മോനാ, അല്ലെങ്കിൽ മറ്റേ ഫാസിലിന്റെ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. ആൾക്കാർ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യൂല. അപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ഗോകുൽ സുരേഷ് കഴിവുള്ള ചങ്ങാതിയാണ്. അതുകൊണ്ട് മൂപ്പരെ ആൾക്കാർ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആള് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ആളുടെ സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്. നല്ല കഴിവുള്ളൊരു നടനാണ്. പക്ഷെ മറ്റേ മോന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പര് കുറേയും കൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ട്. വന്ന് ചെയ്തിട്ട് ഒരുമാതിരി മോശമായിട്ട് ചെയ്ത സമയത്ത് ആൾക്കാർ എടുത്തിട്ട് കൊടുത്തു. സുരേഷ് ഗോപിയുടെ ആൾക്കാർക്ക് താല്പര്യമുണ്ട് എന്ന് കരുതിയിട്ട് സുരേഷ് ഗോപിയുടെ മോൻ വന്നിട്ട് മോശമായിട്ട് ചെയ്തപ്പോൾ ആരെങ്കിലും അംഗീകരിച്ചാ? ഇല്ല. അതാ ഞാൻ പറഞ്ഞ കയറി വരാൻ പറ്റുമായിരിക്കും. ഒരു വലിയ സ്റ്റാർഡം ഉള്ള ഒരാളുടെ മകനോ മോളോ ഒക്കെ ആണെങ്കിൽ കയറി വരാൻ വേണ്ടി പറ്റുമായിരിക്കും. പക്ഷെ കഴിവില്ല എന്നുണ്ടെങ്കിൽ പോയി. ഇപ്പൊ ദുൽഖറൊക്കെ എന്താ മമ്മൂട്ടിയുടെ മോനാണെന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ നിൽക്കണത്. മമ്മൂട്ടിയുടെ മോനായതുകൊണ്ട് ചിലപ്പോൾ കയറി വന്നിട്ടുണ്ടാവും. പക്ഷെ കയറി വന്നത് സെക്കൻഡ് ഷോയിലൂടെയാണ്. സെക്കൻഡ് ഷോയിൽ ആള് നന്നായി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കഴിവുണ്ട് എന്ന് തെളിയിച്ചപ്പോഴാണ് ആൾ ഇവിടെ സർവൈവ് ചെയ്യുന്നത്. സോ സർവൈവൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. സർവൈവലാണ് ഇവിടെ പ്രധാനം. ഇപ്പൊ ഫഹദ് എന്താ ഡയറക്ടറുടെ മോനാ, വന്നിട്ട് എന്താ പറയാ പൊട്ടിച്ചിട്ടാണ് പോയത്. അയ്യോ ദയനീയമായിരുന്നു. അത് കഴിഞ്ഞ് മുമ്പിൽ വലിയൊരു ബ്രേക്കിന് ശേഷം വന്നപ്പോൾ നന്നായിട്ട് ചെയ്ത് ഗംഭീര ആക്ടറായി മാറിയതാണ്. പിന്നെ അപ്പോഴാണ് ആൾക്കാർ അംഗീകരിച്ചില്ല. അല്ലാണ്ട് ആദ്യം വന്നപ്പോൾ ആരും എടുത്തിട്ട് മറ്റേ കയ്യിൽ വെച്ചെടുത്ത് ആലോചിച്ചിട്ടൊന്നുമില്ല. നന്നായി ചെയ്ത് ആൾക്കാരുടെ മുമ്പിൽ കയ്യടി വാങ്ങിയവർ മാത്രമേ ഇവിടെ സർവൈവ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പ്രണവ് മോഹൻലാൽ ആയിക്കോട്ടെ, ആൾക്കാർ മോഹൻലാലിന്റെ മകനായത് കൊണ്ട് എന്നൊക്കെ ആദ്യ കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറയണ്ടോന്ന് എനിക്ക് അറിയില്ല, ഞാൻ ശ്രദ്ധിക്കാറില്ല.
പക്ഷെ എന്താണ്, ആള് വന്നിട്ട് കഴിവുള്ളതുകൊണ്ടാണ് ഇപ്പൊ DSRയിൽ എന്ത് ഗംഭീരമായിട്ട് മൂപ്പര് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അത് മൈന്യൂട്ട് ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആസ് ആൻ ആക്ടർ അയാൾ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, വന്ന് കയറിയിട്ട് ഇവരൊക്കെ തെളിയിച്ചിട്ടാണ് ഇവിടെ സർവൈവ് ചെയ്യണത്. ഇപ്പൊ വിസ്മയുടെ കേസാണെങ്കിലും എന്താണ്, ഓക്കെ, ലാലേട്ടന്റെ മകളായതുകൊണ്ട് കയറി വന്നു, അവർക്ക് അവസരം കിട്ടി, അവർക്ക് പ്രൊഡക്ഷൻ കമ്പനി അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു, എല്ലാം സത്യമാണ്. പക്ഷേ അവർക്ക് ഇവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരതിനനുസരിച്ചിട്ട് എഫേർട്ട് എടുക്കണം. എന്താ പറയുക, അതിനനുസരിച്ചിട്ട് പണിയെടുത്ത് പ്രൂവ് ചെയ്താൽ മാത്രമേ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഞാനിവിടെ പറയുന്നത്, ഇതിപ്പോ നെപ്പോ കിട്ടുന്നുള്ള രീതിയിൽ ആൾക്കാർ വലിയ പരാതിയായി അല്ലെങ്കിൽ അതിനെ കുറച്ച് കാണേണ്ട കാര്യമൊന്നും ആക്ച്വലി ഇല്ല. പലരും അതിനെ കുറച്ചിങ്ങനെ കാണുമ്പോ അവരുടെ മകളായതുകൊണ്ട് വന്നു, സോ വാട്ട്, ഇവരുടെയൊക്കെ മക്കളായി പോയി ഇവരെ എന്ന് കരുതിയിട്ട് ഇവര് എന്താണ് ഇതിന്റെ അകത്തേക്ക് വരാതിരിക്കണോ, അല്ലെങ്കിൽ ഇവർക്ക് ഇതിന്റെ അകത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഇല്ലാതിരിക്കണോ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ലല്ലോ. അവർക്ക് ആഗ്രഹമുണ്ട്, പിന്നെ അവരുടെ ഫാദറും ഒക്കെ ഇതിന്റെ ഉള്ള ആൾക്കാരായതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതിന്റെ അകത്തേക്ക് കയറി വരാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. കയറി വരട്ടെ, പിന്നെ കഴിവുണ്ടെങ്കിൽ അവർ സർവൈവ് ചെയ്യട്ടെ. പിന്നെ ഈ ആൾക്കാരെന്ന് പറയുന്നത് വെളിവുകെട്ടവന്മാരൊന്നും അല്ലല്ലോ. സംഭവം എന്താ, സുരേഷ് ഗോപിയോടും മോഹൻലാലിനോടും മമ്മൂട്ടിയോടും അല്ലെങ്കിൽ ഇവിടെയുള്ള പല ഡയറക്ടേഴ്സിനോടും പല ആക്ടേഴ്സിനോടും ഒക്കെ ഇഷ്ടമുണ്ടാവും. പക്ഷെ അവരുടെ ഒക്കെ മക്കൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് മോശമായിട്ടുള്ള രീതിയിൽ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രേക്ഷകരെ തന്നെ കളിയാക്കി കൊല്ലും. ആരും ഇവരുടെ ഒന്നും പടത്തിന് തിയേറ്ററിലേക്ക് പോയിട്ട് പൈസ ചിലവാക്കത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ആക്ച്വലി ഉണ്ട്. അപ്പോ നെപ്പോ കിട്ടെന്ന് പറയുന്ന സംഭവം ഇങ്ങനെ കുറച്ചിങ്ങനെ വിമർശനാത്മകമായിട്ടുള്ള രീതിയിലൊന്നും പറയേണ്ട കാര്യമൊന്നും ആക്ച്വലി ഇല്ല. കയറി വരാൻ എളുപ്പമായിരിക്കും, പക്ഷെ കഴിവുള്ളവരാണെങ്കിൽ അവരിവിടെ സർവൈവ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിസ്മയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ദുൽഖർ പ്രൂവ് ചെയ്തു, പ്രണവ് പ്രൂവ് ചെയ്തു, ഫഹദ് പ്രൂവ് ചെയ്തു, വിസ്മയ്ക്കും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. കൊള്ളാം, വരട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ, അത്രയേ ഉള്ളൂ. ബൈ. സോ തുടക്കം നന്നായിട്ട് തുടക്കമാവട്ടെ.